ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഹായ്, ഐ എം ഷാഹില, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് വാഷിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഫേസ് വാഷ് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യണ രീതി ചിലപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ യൂസ് ചെയ്യണ തെറ്റാണല്ലോ. അത് നിങ്ങൾക്ക് റെഡിയാക്കാം. അപ്പോൾ ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങളെങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഫേസ് വാഷിൽ ശ്രദ്ധിക്കണം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ വന്നിട്ട്, ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മാച്ച് ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആവുന്ന ഒരു ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്, ആ കുട്ടി പറഞ്ഞാൽ അത് അടിപൊളിയാണ്, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ആ ഫേസ് വാഷ് വാങ്ങി യൂസ് ചെയ്തു. ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അത് ഓക്കെ ആവില്ല. അത് ആ കുട്ടീൻ്റെ ചിലപ്പോൾ ഡ്രൈ സ്കിൻ ആവാം, നിങ്ങളുടെ ചിലപ്പോൾ ഓയിലി സ്കിൻ ആവാം. അപ്പോൾ ഫേസ് വാഷ് തമ്മിൽ വ്യത്യാസം വന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും ആ ആളെ ഫേസ് വാഷ്, അതായത് വേറെ ആളത് കണ്ടിട്ട് വാങ്ങാതിരിക്കുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തി, അതായത് ഓയിലി സ്കിന്നിന്, ഇപ്പോൾ നിങ്ങളുടെ ഓയിലി സ്കിന്നാണ് വിചാരിക്കുക, ഓയിലി സ്കിന്നിന് മാച്ച് ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ഫേസ് വാഷ് വാങ്ങാൻ ശ്രമിക്കുക. കാരണം ഫേസ് വാഷ് ചിലപ്പോൾ നമ്മൾ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്നതും നൈറ്റും ഡേയും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ ഇല്ലാത്ത പ്രോബ്ലംസ് ചിലപ്പോൾ വരും നിങ്ങൾ ഫേസ് വാഷ് മാറി യൂസ് ചെയ്താൽ. അപ്പോൾ നിങ്ങൾ ആ കാര്യം ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, സെക്കൻഡ് വന്നിട്ട്, നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട രീതി, അതായത് നിങ്ങൾ എടുക്കുമ്പോൾ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ആ മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്ന ഒട്ടുമിക്ക മിസ്റ്റേക്കുകളും ചിലപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ ഈ മിസ്റ്റേക്ക് ഞാൻ ചെയ്താൽ, ഞാൻ ആദ്യമൊക്കെ എടുക്കുമ്പോൾ കുറച്ചെടുത്തിട്ട്, അതായത് ചിലപ്പോൾ ഫേസ് വാഷ് തീരാനൊക്കെ ആകുമ്പോൾ ഇത്തിരി ആയിരിക്കും. എൻ്റെ സംസാരം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്തിരി ആയിരിക്കും എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഒരതി പത ആക്കും. കാരണം അത് അത്രയും കുറച്ചായിരിക്കും ആ ക്വാണ്ടിറ്റി. അപ്പോൾ അത് ചിലപ്പോൾ പത വരാൻ കുറച്ച് അധികം ടൈം എടുക്കും. ഓക്കെ, കാരണം അത് കുറേ ഒരതേണ്ടി വരും. അത് അത്രയും കുറച്ച് ക്വാണ്ടിറ്റി ആയിരിക്കും ഞാൻ എടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ അത്രയും കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാതെ നിൽക്കുക. പിന്നെ വളരെ കൂടുതലായിട്ട് എടുക്കുന്നവരുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കാതെ നിൽക്കുക. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കറക്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ ഫേസിന് കവർ ആവുന്ന ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഫേസ് വാഷ് എടുത്ത് യൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ഓക്കെ പറയുന്നുണ്ട്. ഞാനിതിപ്പോൾ കുറേ ആയി ഞാൻ വീഡിയോ എടുത്തെടുത്ത് എനിക്കിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് സ്പീഡിൽ തെറ്റിപ്പോവും. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് വീഡിയോ ആയി ഇപ്പോൾ എടുത്തിട്ട് ഞാൻ കട്ടയും പിന്നെയും വീണ്ടെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറയുന്ന തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ആ ഫേസ് വാഷ് എടുത്ത് കയ്യിൽ റബ്ബ് ചെയ്ത് ഫേസിലേക്ക് റബ്ബ് ചെയ്ത് അപ്പം തന്നെ വാഷ് ചെയ്യാതെ ഒരു 2-3 മിനിറ്റ് നിങ്ങൾ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഒറ്റയടിക്ക് കഴുകാതെ നിൽക്കുക. നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഉപകാരം നിങ്ങൾക്ക് അതിൽ കിട്ടില്ല. ആ തെറ്റും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു, ജസ്റ്റ് എടുക്കും, മുഖത്താക്കും, പെട്ടെന്ന് കഴിക്കും. നിങ്ങൾ 2-3 മിനിറ്റ് ജസ്റ്റ് റബ്ബ് ചെയ്ത് നല്ലോണം ഇവിടെയൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്യുക. കാരണം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാകുന്ന സ്ഥലം. അപ്പോൾ നന്നായിട്ട് അവിടെയും നെറ്റത്തൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്ത് 2-3 മിനിറ്റ് നിങ്ങൾ നിന്ന് റബ്ബ് ചെയ്ത് കഴുകി കളയുക. നിങ്ങൾ ജസ്റ്റ് ഞാൻ ഇപ്പം പറഞ്ഞ റബ്ബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കും. നിങ്ങളിങ്ങനെ ചെയ്യുന്നവരല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എനിക്കത് മനസ്സിലായി. അതിന് ശേഷം പിന്നെ സമയം ഇല്ലെങ്കിലും ഞാൻ കുറച്ച് സമയം ഞാൻ എന്തായാലും ഫേസിൽ 2-3 മിനിറ്റ് ഞാൻ റബ്ബ് ചെയ്തിട്ടേ ഞാൻ ഫേസ് വാഷ് കഴുകി കളയാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫേസ് വാഷ് കഴിഞ്ഞ് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുന്നവരാണ്, ഡേയും നൈറ്റും നിങ്ങൾ വാഷ് ചെയ്യുന്നവരാണ്, അതായത് മോർണിംഗും നൈറ്റും നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവരാണ്, സ്കിൻ കെയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യാതിരിക്കുക. സോപ്പ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, സോപ്പ് യൂസ് ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. സോപ്പ് യൂസ് ചെയ്യേണ്ട, അതാണ് ഏറ്റവും ബെറ്റർ. ഇനി നിങ്ങൾക്ക് സോപ്പ് യൂസ് ചെയ്യണം എന്നാണെങ്കിൽ കുറച്ച് മൈൽഡായിട്ടുള്ള സോപ്പുകൾ യൂസ് ചെയ്യുക. ഓവർ കാര്യങ്ങളൊന്നുമില്ല, മൈൽഡായിട്ടുള്ള സോപ്പുകൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ മുന്നേ നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പം നിങ്ങൾക്ക്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒരു 1 വീക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ചെയ്തത് മണ്ടത്തരായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും അതായത് ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് നേരമായി ഞാൻ ഇതിലിങ്ങനെ നിൽക്കുന്നത്, അതുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി മുന്നോട്ടുള്ളത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നു. വ്ളോഗും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഞാൻ അങ്ങനത്തെ ഒക്കെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.